അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നോമ്പ് 2-ൻ്റെ അത്താഴം അതുപോലെ തന്നെ നോമ്പുറ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിന് അവിൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്താഴത്തിന് ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ഇന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിൽ മിൽക്കും കാര്യങ്ങളൊക്കെ റെഡിയായി. അതിൻ്റെ കൂടെ വാട്ടർ മെലണും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും കിടന്ന് ഇനി ഒരു 7:30 ആകുമ്പോൾ മക്കൾക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പോയാൽ പാടെ തന്നെ ഞാൻ പെട്ടെന്നൊന്ന് വീടൊക്കെ ക്ലീൻ ആക്കാൻ നിന്നു. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകേണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ച് വാരി തുടച്ച് വേറെ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നോമ്പായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 10:30 ആയപ്പോൾ തന്നെ വേഗം പോയിട്ട് വരാമെന്ന് ചോദിച്ചു. കാരണം വെയിലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ഫിഷും അതുപോലെ തന്നെ മീറ്റും വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വാങ്ങിയിട്ട് വന്നു. പിന്നെ തിരിച്ച് വരുമ്പോൾ 11 മണിയായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ വേഗം കുളിച്ച് നിസ്കരിച്ച് ഓടാൻ വേണ്ടി നിന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ ഒരു 2 മണിയാകുന്ന സമയത്ത് ഒരു 1:30-1:45 ആകുമ്പോഴത്തേനും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരി അതുപോലെ തന്നെ മട്ടൻ കറിയും പിന്നെ കട്ട്ലൈറ്റും കായ്പോളയായിരുന്നു സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം വേഗം പത്തിരിക്ക് കുഴച്ച് വെക്കാൻ വേണ്ടി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കട്ട്ലൈറ്റിനുള്ള ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്ത് ഒരു സൈഡ് കറിയും അതുപോലെ തന്നെ പിന്നെ മസാലക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തും വെച്ച് വേഗം ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കായ്പോളക്കുള്ള കായും കൂടി ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പത്തിരി ചുടാനുള്ള സമയമില്ല. ആ സമയമാകുമ്പോഴത്തേന് തന്നെ മക്കളെ വിളിക്കേണ്ട ടൈം ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം പഴം പൊരിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അതിന് വേണ്ടി നിന്നു. അത് കഴിഞ്ഞിട്ട് 3:15 പിന്നെ മക്കളെ വിളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവരെ വിളിച്ച് വന്ന് പിന്നെ പത്തിരി അതുപോലെ തന്നെ കായ്പോളയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം തന്നെ കായ്പോള അടുപ്പത്ത് വെച്ചാൽ പിന്നെ ആ സമയം കൊണ്ട് പത്തിരി ഇട്ടെടുക്കാമെന്ന് വെച്ചിട്ട് ആദ്യം കായ്പോളൻ്റെ ഇതാണ് ബാറ്റർ അടുപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ പത്തിരി ഇടാനും കൂടി നിന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടും ഒരുമിച്ച് വെച്ചുകൊണ്ട് തന്നെ വേഗം 2ൻ്റെയും പണി കഴിഞ്ഞിരുന്നു. പത്തിരിയും കായ്പോളയും 2 ഉണ്ടാക്കിയെടുത്ത് അതിനുശേഷം പിന്നെ കറി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി താളിക്കാൻ ആദ്യം ഞാൻ ചെറിയ ചട്ടിയാണ് വെച്ചിരുന്നത്. അപ്പം അതിലൊഴിച്ച് നോക്കുമ്പോഴത്തേനും കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അതിന് താഴുന്നില്ല. അപ്പോൾ ഞാൻ ചട്ടി വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ കട്ട്ലൈറ്റ് ഇടാൻ വേണ്ടി നിന്നു. അപ്പോൾ 5 മണിയാകുമ്പോഴത്തേന് തന്നെ ഹസ്ബൻഡിനുള്ള നോമ്പ് കുറേ കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 4:30 ആകുമ്പോഴത്തേനെ കട്ട്ലൈറ്റൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടി വന്നു. പിന്നെ ജ്യൂസായിട്ട് നാരങ്ങ വെള്ളം അതുപോലെ തന്നെ പിന്നെ ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു. അപ്പോൾ നാരങ്ങ വെള്ളം കലക്കുമ്പോൾ ഞാൻ ഇതേപോലെ നാരങ്ങ അതുപോലെ തന്നെ ഈ വലിയ ഓറഞ്ചും അതും കൂടി പിഴിഞ്ഞിട്ടാണ് കലക്കാറ്. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റാണ്, 2ൻ്റെയും കൂടി ഒരു ഫ്ലേവർ വരുമ്പോൾ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കസ്കസൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ബാങ്ക് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ കറക്റ്റ് സമയത്താണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോഴത്തേനും ബാങ്ക് കൊടുക്കുകയും പിന്നെ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി വന്നു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കഞ്ഞി ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഹസ്ബൻഡ് നേരത്തെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ രാത്രി 10 മണി 10:30 ആവും എത്താൻ. അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ വേണ്ടി അത്താഴത്തിന് ലേറ്റായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചോറും പച്ചക്കറിയായിരുന്നു, വെള്ളയ്ക്കും പരിപ്പും അതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈ ആയിരുന്നു. അങ്ങനെ കറിയൊക്കെ സെറ്റായി. പിന്നെ ചോറും കൂടി ഊറ്റി വെച്ചു. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. കാരണം ഓയിൽ ഫ്രൈ ചെയ്യുന്നതും ഇത് ജ്യൂസ് അടിക്കുക എല്ലാം കൂടി ആയതുകൊണ്ട് കൗണ്ടർ ടോപ്പൊക്കെ ആകെ ക്ലീൻ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് രാത്രി തന്നെ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ പിന്നെ ഒന്ന് അടിച്ചു വാരി തുടച്ചാൽ മാത്രം മതിയല്ലോ എന്ന് വെച്ചിട്ട് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്യാസും ഫുള്ള് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.